സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി അഴിമതിയുടെ ദൃശ്യം നൽകുന്ന എല്ലാവർക്കും 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തര വകുപ്പ്. രമേശ് ചെന്നിത്തലയുടെ മിന്നൽ നടപടിയാണിത്. സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഇനി ജാഗ്രതയിൽ. ജനം പിന്നാലെ ഉണ്ടാകും. ഇനി ഒളിക്യാമറയുമായി ജനങ്ങൾക്ക് വരുമാനവുമായി. സർക്കാർ ഓഫീസിലെ അഴിമതി അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തായാലും വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ നീളുന്ന അഴിമതിയുടെ നീരാളിക്ക് ഇനി പിടിവീഴും എന്ന് ഉറപ്പാണ്. ജനങ്ങൾക്ക് ഈ സുവർണാവസരത്തിൽ പങ്കെടുത്ത് 5000 രൂപ സർക്കാരിൽ നിന്നും കൈപ്പറ്റാം. എല്ലാ വകുപ്പിലും ബാധകമായ ഈ ഉത്തരവ് ഇറക്കിയത് വി ഡി സതീശനല്ല എന്നതും മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയാണ് ഉത്തരവിറക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. കേരളത്തിൽ നിന്നും അഴിമതി തുടച്ചു നീക്കുമെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. സീറോ അഴിമതി, അതാണ് ലക്ഷ്യം. ഏറ്റവും അധികം അഴിമതി പൂത്തുലയുന്ന കേരളത്തിലെ പോലീസ് വകുപ്പിലും പോലീസ് സ്റ്റേഷനിലും പോലീസുകാർക്കുമായിരിക്കും ഇത് ഏറ്റവും വലിയ പ്രഹരം. പരാതിക്കാരിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങിക്കും. അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുന്ന ആളിൽ നിന്നും വാങ്ങും കൈക്കൂലി. പണം കൊടുത്താലേ കേസ് നന്നായി എഴുതുമെന്നാണ് വകുപ്പ്. മാത്രമല്ല, പോലീസുകാർ ജനങ്ങളുടെ കയ്യിൽ നിന്നും കാശെടുത്ത് ആഹാരം കഴിക്കുന്നത്, ടാക്സി പിടിക്കുന്നത് എല്ലാം അഴിമതിയിൽ വരും. കേസ് അന്വേഷിക്കാൻ പോകുന്നതിന് വണ്ടിക്കൂലിയും ചായ പൈസയും വാങ്ങുന്നത് വരെ കൈക്കൂലിക്ക് അകത്ത് വരും. എന്തായാലും പിണറായിയിൽ നിന്നും ചെന്നിത്തലയിലേക്ക് ആഭ്യന്തരം മാറിയപ്പോൾ പകലും രാത്രിയും പോലെ വ്യത്യാസമായി. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയുടെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. പത്രക്കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതായത്, അഴിമതി തുടച്ചു നീക്കാൻ പ്രൊജക്ട് സീറോ കൈക്കൂലി കേസുകൾ ദൃശ്യമാക്കിയാൽ പാരിതോഷികം 5000 രൂപയാണ്. അഴിമതിക്കെതിരെ വിജിലൻസിന്റെ മാസ് ആക്ഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ അഴിമതി മുക്തമാക്കാൻ പ്രോജക്ട് സീറോ എന്ന പേരിൽ വിപുലമായ പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിലൂടെ അഴിമതി നടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്ന ജനങ്ങൾക്ക്, അതായത് ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപയുടെ സമ്മാനവും മന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പദ്ധതി. വിജിലൻസ് ആസ്ഥാനത്തെ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ഓഫീസുകളിലെ ഉൾപ്പെടെ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള സമഗ്ര കർമ്മ പദ്ധതിയാണ് പ്രോജക്ട് സീറോ. ആ ഒരു പ്രഖ്യാപനം ഇന്ന് ആഭ്യന്തരമന്ത്രി നടത്തിയത്. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി സുതാര്യവും ഉത്തരവാദിത്തപരവുമായ ഭരണ സംവിധാനം സൃഷ്ടിക്കുകയാണ് പദ്ധതിയിലൂടെ സർക്കാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സർക്കാർ ജീവനക്കാർ കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ പൊതുജനങ്ങൾക്ക് വീഡിയോ തെളിവുകളായി വിജിലൻസിന്റെ ഔദ്യോഗിക പോർട്ടലിൽ സമർപ്പിക്കാം. തെളിവുകൾ പരിശോധിച്ച് ശരിവച്ചാൽ പരാതിക്കാരന് 5000 രൂപ പാരിതോഷികം നൽകും. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തെളിവുകൾ വിജിലൻസ് അധികൃതർ കൃത്യമായി പരിശോധിച്ച് അത് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ഈ സമ്മാന തുക കൈമാറുന്നത്. അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ടാൽ മാത്രമായിരിക്കും ആ വ്യക്തിക്ക് 5000 രൂപ പാരിതോഷികം നൽകാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുന്നവരുടെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും പുറത്തേക്ക് വിടില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥനെയും വച്ചു പുറപ്പിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്. അഴിമതി ഇല്ലാതെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാകണം. അത് സർക്കാരിന്റെ ഒരു ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. കാലം മാറിയതനുസരിച്ച് അഴിമതിയിലും മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്രോജക്ട് സീറോ വിഭാവനം ചെയ്തിരിക്കുന്നത്. അഴിമതി നടന്നിട്ട് അത് കണ്ടെത്തുന്നതിനേക്കാൾ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ തടയുന്നതിനാകും കൂടുതൽ മുൻഗണന നൽകുക. 1969 നിർമ്മിച്ച വിജിലൻസ് മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കും. വിജിലൻസ് നടത്തുന്ന മിന്നൽ പരിശോധനകൾ തുടരുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. ചടങ്ങിൽ പ്രോജക്ട് സീറോയുടെ ലോഗോ പ്രകാശനം വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാമിന് നൽകി മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ഉപദേഷ്ടാവ് മുൻ DGP A ഹേമചന്ദ്രൻ, IG തോംസൺ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.